ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ സാന്റോസ് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഫ്ലുമിനൻസിനോട് പരാജയപ്പെട്ടിട്ടുള്ളത്. മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ സാമുവൽ സേവിയർ നേടിയ ഗോളാണ് ഫ്ലുമിനൻസിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. സേവിയറുടെ ഒരു ഷോട്ട് വരുന്നു, അത് തടയാൻ വേണ്ടി സാന്റോസിന്റെ ഒരു താരം ശ്രമിക്കുന്നു, എന്നാൽ അത് കാലിൽ തട്ടി ഡിഫ്ലക്റ്റഡ് ആവുന്നു. അങ്ങനെ അത് ഗോളായി മാറുന്നു. മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ അഥവാ 96-ാം മിനിറ്റിലാണ് ഈ ഒരു ഗോൾ വഴങ്ങിക്കൊണ്ട് സാന്റോസിന് തോൽവി വഴങ്ങേണ്ടി വരുന്നത്. ഇതേക്കുറിച്ച് നെയ്മർ ജൂനിയർ സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഒരു മിസ്റ്റേക്ക് വരുത്തി വെക്കുന്നു, അതിന് വലിയ വില നൽകേണ്ടി വന്നു എന്നാണ് ഈ തോൽവിയെക്കുറിച്ച് ഇപ്പോൾ നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. മത്സരത്തിന്റെ രണ്ടാം പകുതിയിലായിരുന്നു നെയ്മർ കളിക്കളത്തിലേക്ക് എത്തിയിരുന്നത്. നെയ്മറുടെ വാക്കുകൾ ഇങ്ങനെയാണ്: തിരിച്ചെത്താൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. കാരണം ഫുട്ബോൾ കളിക്കുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. പക്ഷെ ഈ മത്സരത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഞങ്ങൾ ഒരു മിസ്റ്റേക്ക് വരുത്തി വെച്ചു, അതിന് വില നൽകേണ്ടി വന്നു. ഞാൻ വളരെയധികം കളിക്കാൻ ആഗ്രഹിച്ചിരുന്നു. നിലവിൽ ഞാൻ ഓക്കെയാണ്. കളത്തിൽ നല്ല പോലെ മൂവ് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നെയ്മർ തിരിച്ചെത്തി എന്നത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. സമീപകാലത്ത് സാന്റോസ് മോശം പ്രകടനമാണ് നടത്തുന്നത്. അവസാനമായി കളിച്ച 4 മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഏപ്രിൽ 17-ാം തീയതി അത്ലറ്റിക്കോ മിനേറോക്കെതിരെ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം സാന്റോസിന് കളിക്കാനുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.